എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഗോപുരത്തിന് പ്രത്യേക ആമുഖങ്ങൾ ആവശ്യമില്ല. പാരീസ് എന്നോ ഫ്രാൻസ് എന്നോ കേൾക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആദ്യത്തെ ചിത്രം ഈ ഗോപുരത്തിൻ്റേതാണ്. എന്നാൽ ഈ ഗോപുരത്തിന് അത്ര വലിയ ഭംഗിയോ അത്ര വലിയ ചരിത്രപരമായ പ്രാധാന്യമോ അത്ര വലിയ വാസ്തുവിദ്യാപരമായ പ്രാധാന്യമോ ഒന്നുമില്ല. എങ്കിലും ഫ്രാൻസ് എന്ന് കേൾക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെ അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ബിംബം ഈ വലിയ നിർമ്മിതിയുടേതാണ്. പാരീസിലെ എല്ലാ ആഘോഷങ്ങളും കൊടിയേറുന്നത് ഐഫൽ ടവർ എന്ന് ഇംഗ്ലീഷിലും ഇഫൽ ടവർ എന്ന് ഫ്രഞ്ചിലും വിളിക്കുന്ന ഈ ഇരുമ്പ് ഗോപുരത്തിന്റെ മുകളിലാണ്. ഇത്തവണത്തെ ഒളിമ്പിക്സും പ്രഭാപൂരിതമായി ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇഫൽ ടവറാണ്. ഫ്രാൻസിനെ അടയാളപ്പെടുത്തുന്ന ഇഫൽ ടവർ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ചരിത്രസ്തംഭമാണ്. ഫ്രാൻസ് എന്ന് കേൾക്കുമ്പോൾ ഈ കൂറ്റൻ ഇരുമ്പ് ഗോപുരമാണ് മനസ്സിൽ ഉയരുന്നത്. അത്രമാത്രം ആ ദേശസ്വത്വവുമായി ഇഫൽ ടവർ ഇഴചേർന്ന് കിടക്കുന്നു. ലോകത്തേറ്റവുമധികം ആളുകൾ ടിക്കറ്റ് എടുത്ത് കയറുന്ന സ്മാരകം എന്ന ഖ്യാതി ഇഫൽ ടവറിനുണ്ട്. 2022 മാത്രം 58,89,000 പേർ ഇഫൽ ടവർ കയറി എന്നറിയുമ്പോഴാണ് സന്ദർശക ബാഹുല്യം എത്രയുണ്ടെന്ന് മനസ്സിലാവുക. അടി, അതായത് 81 നില കെട്ടിടത്തിന്റെ അത്ര ഉയരം. 1889 പണിതീർത്ത ഇഫൽ ടവർ മനുഷ്യനിർമ്മിതികളിൽ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയത് എന്ന സ്ഥാനം 41 വർഷം, അതായത് 1930 വരെ നിലനിർത്തി. ചതുരാകൃതിയിലുള്ള അടിത്തട്ടിലെ ഓരോ വശവും 410 അടി വീതമുണ്ട്. ഫ്രഞ്ച് എഞ്ചിനീയറായിരുന്ന ഗുസ്റ്റാഫ് ഇഫലാണ് ഇത് 1887 രൂപകൽപ്പന ചെയ്ത് 1889 പണിതീർത്തത്. ഇഫൽ ടവറിന് 3 നിലകളുണ്ട്. 1ഉം 2ഉം നിലകളിലേക്ക് 300 പടവുകൾ വീതമുണ്ട്. ഈ 2 നിലകളിലും സന്ദർശകർക്കുള്ള റെസ്റ്റോറൻ്റുണ്ട്. അതിനു മുകളിൽ 276 മീറ്റർ ഉയരത്തിലാണ് സന്ദർശക ഗ്യാലറി. അവിടേക്ക് ലിഫ്റ്റ് വഴി മാത്രമേ കയറാനാകൂ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ലോകമേളയ്ക്കായാണ് 1889 ഇഫൽ ടവർ പണിതീർത്തത്. 20 വർഷത്തിനു ശേഷം പൊളിച്ചു മാറ്റണം എന്നതായിരുന്നു കരാർ. എന്നാൽ ദീർഘദർശിയായിരുന്ന എഞ്ചിനീയർ ഗുസ്റ്റാഫ് ഇഫൽ അതിനു മുകളിൽ ഒരു റേഡിയോ പ്രസരണി സ്ഥാപിച്ചു. അന്ന് ലോകമെമ്പാടും റേഡിയോ പ്രക്ഷേപണത്തിന് പ്രചുര പ്രചാരം സിദ്ധിക്കുന്ന കാലം. ടവർ പൊളിച്ചു നീക്കിയാൽ ഉണ്ടാകാനിടയുള്ള ഭവിഷ്യത്തോർത്ത് ഭരണകൂടം അതിനെ നിലനിർത്താൻ തീരുമാനിച്ചു. അങ്ങനെ പൊളിച്ചെടുക്കാത്ത ഗോപുരം ഫ്രഞ്ച് ഐഡന്റിറ്റിയുടെ ഭാഗമായി എന്നത് ചരിത്രം. ഇന്ന് ഇഫൽ ടവറിൽ 30 ടെലിവിഷൻ DTT ചാനലിന്റെയും 32 റേഡിയോ സ്റ്റേഷന്റെയും നിരവധി വാർത്താവിനിമയ ശൃംഖലകളുടെയും ട്രാൻസ്മിറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സായന്തനത്തിലെ അരണ്ട വെട്ടത്തിലാണ് ഇഫൽ ടവർ പ്രകാശമാനമാകുന്നത്. ആയിരക്കണക്കിന് കൺചിമ്മുന്ന വൈദ്യുത വിളക്കുകളാൽ അലങ്കൃതമാകുന്ന ഗോപുരക്കാഴ്ച അതിമനോഹരമാണ്. വൈകിട്ട് ഓരോ മണിക്കൂർ ഇടവിട്ട് 5 മിനിറ്റ് വീതം ടവർ പ്രകാശപൂരിതമാകും. ഇഫൽ ടവറിൽ രാവിലെ 9 മണി മുതൽ രാത്രി 11:45 വരെ പ്രവേശനം അനുവദിക്കും. സന്ദർശക ടിക്കറ്റുകൾ മുൻകൂട്ടി ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതാണ് അഭികാമ്യം. എപ്പോഴും സന്ദർശകരുടെ നീണ്ട നിരയുണ്ടാകും. മുൻകൂർ ബുക്ക് ചെയ്യാത്തവർ സന്ദർശന സമയം തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിലും ക്യൂവിൽ സ്ഥാനം പിടിക്കുക. വേനൽക്കാലത്ത് വൈകിട്ട് 7 മണി മുതലും മറ്റുള്ള കാലങ്ങളിൽ വൈകിട്ട് 4 അല്ലെങ്കിൽ 5 മണിക്ക് ടവർ കയറുന്നതാണ് കൂടുതൽ ആസ്വാദ്യകരമാവുക. പാരീസിൽ പോകുമ്പോൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു സ്മാരകമാണിത്, അല്ലെങ്കിൽ ഒരു നിർമ്മിതിയാണിത്. തീർച്ചയായും ഇത് കണ്ടിരിക്കണം. കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. പക്ഷേ ഇത്രയും വലിയ തുക മുടക്കി ഇതിൻ്റെ മുകളിൽ കയറി പാരീസിൻ്റെ ഒരു കാഴ്ച കാണുന്നത്
നമുക്ക് പ്രയോജനപ്രദമാണോ എന്നുള്ളത് ആലോചിക്കുക. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ മുകളിൽ കയറാം. രണ്ടാമത്തെ നിലയിലും ഒന്നാമത്തെ നിലയിലും ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അതിൻ്റെ മുകളിൽ ഒരു വാച്ച് ടവർ പോലെയുള്ള സംവിധാനമുണ്ട്. അതൊരു വലിയ അനുഭവം തന്നെ ആയിരിക്കും. പക്ഷേ പാരീസിൽ പോയാൽ ഇഫൽ ടവർ കാണാതെ നാം ഒരിക്കലും മടങ്ങാൻ പാടില്ല.